ഇതിന് മുന്നേ ബോയ്സ് മാത്രം ചെയ്തിട്ടുണ്ട്, ബോയ്സ് മാത്രം ഗേൾസ് മാത്രം ചെയ്തിട്ടുണ്ട്. ഒന്നിച്ചിരുന്ന് വരെ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എല്ലാരും കൂടി ഒത്തുചേർന്ന ആ ഒരു വേളയിൽ ഈ ചാലഞ്ച്. അതെ, കഴിഞ്ഞ പ്രാവശ്യം ബോയ്സിന് കൊടുത്തത് ഞങ്ങൾ ഗേൾസ് നല്ല മുട്ടൻ പണികളായിരുന്നു. തീരെ പ്രതീക്ഷിച്ചിട്ടില്ലേ ഗൈസ് അത്രയും പണികളൊക്കെ കിട്ടും. നിങ്ങൾക്ക് എന്താ ഓർമ്മയുണ്ടോ തന്ന പണികളിൽ എന്തെങ്കിലും? ഉപ്പിട്ട ലഡു അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരു ബിസ്ക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അധികത്തിൽ ഇമ്പോസ്റ്റർ ഞാനായിരുന്നു. മറ്റേ പുളിന്റെ അത് ഞാൻ കോമൺ ആയിട്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 6 പേരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇമ്പോസ്റ്റർ ഫുഡ് കിട്ടിയത് ആർക്കാന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഡൗട്ട്. അതെ, കൂട്ടത്തിൽ എല്ലാരും കള്ളന്മാരാണ് കഴിച്ച. എല്ലാവർക്കും നന്നായിട്ട് അഭിനയിക്കാൻ അതെ നല്ല കളറക്ഷനും ഉണ്ട്. ഈ ചാലഞ്ച് ഏത് വിധത്തിലേക്ക് പോവാന്ന് അറിയില്ല, കാണുന്നില്ല. ജൂന് കുറച്ച് ബാക്കോട് കുറച്ച് ബാക്കോട്ട് എനിക്ക് തലോണ്ട് കാണുന്നില്ല. ഞാൻ ഇങ്ങനെ എത്തി നോക്കണ്. എനിക്ക് നടുവിൽ ഇരുന്നിട്ടല്ലേ ശീലം. ഞാൻ ഇങ്ങനെ നോക്കും ഇതെനിക്ക് ഇങ്ങനെ തന്നെ നോക്കിയിട്ട് പെടലി വേഗം. ഞങ്ങൾക്ക് 6 പേർക്കും കൂടി ഇരിക്കാനുള്ള ഒരു സ്പെഷ്യൽ ചെയർ നമ്മളിവിടെ സെറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ 6 പേര് ഇവിടെ ഇരുന്നിട്ട് എങ്ങനെ ഈ ഇമ്പോസ്റ്റർ ഫുഡും അല്ലാത്ത ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 6 പേര് ഒരാളാണ് ചെയ്തിട്ടുള്ളത്. സെറ്റ് ചെയ്തിട്ടുള്ളത്. കൈയിടൊന്നും വേണ്ട. ഇപ്രാവശ്യം ഇവർക്ക് ഞാനാണ് ഇവിടെ കൊടുക്കുന്നത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോസ്റ്റർ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പേരിൽ ഒരാൾക്ക് മാത്രം വിയേർഡ് ഫുഡ് കിട്ടും. 5 പേർക്ക് നല്ല ഫുഡ് ആയിരിക്കും ഉണ്ടാവുക. ആ വിയേർഡ് ഫുഡ് കിട്ടിയ ആള് ഒരു എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. അതായത് ബാക്കിയുള്ള 5 പേര് അയാളാണ് ഇമ്പോസ്റ്റർ എന്നുള്ളത് അറിയാൻ പാടില്ല. വളരെ തക്കത്തിൽ ഇങ്ങനെ നിൽക്കണം, വളരെ തന്ത്രപരമായി നിൽക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ 5 പേർക്ക് നല്ല ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. ഒരാൾക്ക് ചിലപ്പം ഒരു കരിഞ്ഞ കൊള്ളി കഷ്ണം ആയിരിക്കും കിട്ടുക. പക്ഷെ അത് ആർക്കാണ് കിട്ടിയെന്നുള്ളത് ആരും അറിയാൻ പാടില്ല. അപ്പൊ കഴിക്കും വേണം. അവർ അധികം കാണരുത്, എന്താ കഴിക്കുന്നത് മനസ്സിലാവരുത്. എല്ലാം ഒരു ടാക്ടിക്സ് ആയിരിക്കും. ഫുഡിലേക്ക് നോക്കാനും പാടില്ല. ഫുഡിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ. മുഖം എക്സ്പ്രഷൻ മാത്രം റീഡ് ചെയ്തിട്ട് വേണം നമ്മള് ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഷാമിന്റെ സെറ്റ് ചെയ്തോണ്ട് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ കണ്ണടച്ചിട്ട് ഇത് മൊത്തം ഷഫിൾ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശരിക്കും ഇമ്പോസ്റ്റർ ഫുഡ് ഏതാ അല്ലാത്ത ഫുഡ് ഏതാന്ന് അതെ വെച്ച് എനിക്ക് തന്നെ അറിയൂല ഏതാ ഇമ്പോസ്റ്റർ ഫുഡ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? കണ്ണടച്ചിരുന്നോളൂ, ഞാൻ സാധനങ്ങളായിട്ട് വരാം. അതെ, ഞാൻ അങ്ങനത്തെ സാധനങ്ങളാണ് സെറ്റ് ചെയ്തത്. കണ്ടോ ഗൈസ്, ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഷഫിൾ ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ ഷഫിൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, മക്കളെ ഷഫിൾ ചെയ്തോളൂ. ആത്മാർത്ഥം ചെയ്തോളൂ. ഓക്കെ, ഇനി അവരവർക്ക് ഇഷ്ടമുള്ള എടുക്കാം. കാണുമോ? ഫുഡിലേക്ക് നോക്കരുത് കേട്ടോ, മോശയ്ക്ക് മാത്രം നോക്കാൻ പാടുള്ള. എന്താ ചെനക്കാ? കുറച്ചൊന്ന് വെക്കട്ടെ, ഞാൻ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ നോക്കട്ടെ. മൂടിയൊക്കെ പാടില്ല, കുടിക്കണം. എന്ത് എന്താ കുടിക്കുന്നില്ലേ? വേണ്ടേ? ആയോ എല്ലാവർക്കും പറയാനായോ? നിങ്ങളൊക്കെ എന്താ കുടിക്കാത്തത്? വോട്ട് ചെയ്യാനായോ? അതാണ് സത്യോ. ആരും കുടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. വോട്ട് ചെയ്യാം. എനിക്ക് മനസ്സിലായില്ല. ഈ ജന്മന കള്ളലക്ഷണമുള്ളവർ എന്ത് ചെയ്യും? മൂടി വെച്ചത് മതി. നിങ്ങളെ നോട്ട റോങ് സൈഡിലോട്ടാണ്.
ശ്രീനെ വിശ്വസിക്കാൻ പറ്റില്ല. ശ്രീ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇമ്പോസ്റ്റർ ചാലഞ്ചില് ഞങ്ങളെ പെടുത്തിയ ആളാ. അത് ശരിയാണല്ലോ, ഇവിടെ തൊട്ടടുത്തുള്ളതുകൊണ്ട് ഇവിടെ മനസ്സിലാവുന്നില്ല. ഇവിടെ തൊട്ടടുത്തുള്ളതുകൊണ്ട് ഇവിടെ മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോസ്റ്ററിനെ തെരഞ്ഞെടുക്കാനുള്ള സമയമാണ്. എനിക്ക് പേടിയൊന്നും. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് 3 ആൾക്കാരെ സംശയമുണ്ട്. ആകെ 6 ആൾക്കാർ ഇവിടെ ഉള്ളൂ. അതിലേക്ക് 3 ആൾക്കാർ ഓൾറെഡി സംശയമുണ്ട്. എനിക്ക് 2 ആളെ സംശയമുണ്ട്. അപ്പൊ guys, നമുക്ക് ഇമ്പോസ്റ്ററിനെ സെലക്ട് ചെയ്യാം. 3, 2, 1 go. ഇതെങ്ങോട്ടാ വന്നത്? അതായത് ജന്മന കളലക്ഷം. ഞാൻ അമലേട്ടെ. ആ, ഞാൻ 5. ഓക്കെ, 5ക്ക് 1 വോട്ട്, സല്ലുവിന് 3 വോട്ട്, അമലേട്ടന് 1 വോട്ട്. അപ്പൊ ഞാൻ തെളിയിക്കണം. ആ, ഞാൻ ഇമ്പോസ്റ്റർ അല്ല ഗൈസ്, എന്റെ കയ്യില് പെപ്സി ഉള്ളേ. ഞാനായിരുന്നു guys. ഞാൻ പറഞ്ഞില്ലേ ശ്രീന് മനസ്സിലാവൂല. ഒലീവിന്റെ വെള്ളം ഇല്ലേ? വിശ്വസിക്കാൻ വേണ്ടി എത്ര യാതന സഹിച്ചിട്ട് കുടിച്ചിട്ട് നിർത്തുന്നറിയോ? ഞാൻ കാണിച്ചു തരാം. നോക്ക്. ഇത് പെപ്സിയും പോലെ ഒരേപോലെ തന്നെ. ആ, same. ഇപ്പൊ അഥവാ കാണണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇത് കണ്ടോ, ഇത് പെപ്സിയാണ്. ഇത് ഇതാ ഒലീവ്സ് ഇട്ട് വെക്കുന്ന ആ ഒരു വെള്ളല്ലേ, അതാണ് കഴിച്ച്. ഇത് എന്തു പേരും കളിയാ. എന്റെ മുഖം ഞാൻ ഇത്രയും ക്ലോസിൽ നോക്കിയിട്ട് മനസ്സിലായില്ല. എടാ, ഞാൻ അതാ പറയുന്നത്, എന്റെ മുഖത്ത് കള്ളലക്ഷണം ഉണ്ടാവും. അല്ല, ആദ്യ ഇക്കാക്കിന് എനിക്ക് ഡൗട്ട് തോന്നി, പക്ഷെ ഇക്കാക്ക ഇറക്കുന്നത് ഞാൻ കണ്ട്. ഈ സാധനം എന്തായാലും ഇറക്കാൻ പറ്റൂല, അതെനിക്ക് ഉറപ്പാ. ഇതൊന്ന് നല്ലതാണ്. ഞാൻ ഇന്റെ മോനെ അതാണ് മട ഞാൻ കുടിച്ചത്. കൊറേ കുടിച്ചല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ഒറ്റ വോട്ട് പോലും എനിക്ക് വന്നില്ല. ഒറ്റ വോട്ട് പോലും എനിക്ക് വന്നില്ല. ബ്രില്യന്റ് ഗെയിം പ്ലേ ആയിരുന്നു. അതെ അതെ അതെ, യാതൊരുക്കുള്ള അവാർഡാണ്. ഇത് പെരുങ്കള്ളിയാണ്, അതുകൊണ്ട് തന്നെ അയ്യോ, ഒന്ന് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. കുടിച്ചിട്ടുണ്ട്. എന്തായാലും അത് വലിയ സംഭവമായിരുന്നു. ശ്രീ കൊണ്ടുപോയി. അപ്പൊ ശ്രീക്ക് ഒരു പോയിന്റ്. എനിക്കൊരു പോയിന്റ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഷാമിന്റെ ഈ സാധനങ്ങളും കൊള്ളാം ഗൈസ്, അടിപൊളിയാണ്. അപ്പൊ ഗൈസ്, നമ്മള് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാണ്. എല്ലാരും കണ്ടറിഞ്ഞോളൂ. ഇനി ഞാൻ കണ്ടറിക്കാൻ നിങ്ങൾ ഷഫിൾ ചെയ്തോ. വീണ്ടും ക്ലാസ്സുകൾ തന്നെയാണല്ലോ. ഷഫിൾ ചെയ്യാം. കണ്ടറിച്ചല്ലേ? ഓ, ഷഫിൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല, എനിക്ക് തന്നെ ഓർമ്മയില്ല ഇവിടെ കൊണ്ടുവച്ചത്. ഓക്കെ ഓക്കെ, സെലക്ട് ചെയ്യാം. ചിരി കുറച്ച് കൂടുതൽ. എന്താ ആ കുടിച്ചു? ജുൻഖാന്റെ മുഖം നോക്കട്ടെ. ഒരു വെള്ളറിയ മുഖം ജുനുവിന്. എന്ത് പറ്റി? ടെൻഷനാണല്ലോ. ഈ നോക്കട്ടെ, നോക്കട്ടെ. ശ്രീ നോക്കട്ടെ. ഇത് കുടിക്കുന്നില്ലേ? കുടിക്കാലോ. എന്താ കുടിക്കാത്തത്? ഞാൻ കുടിച്ചോളാം. കുടിച്ചു തീർത്തോ? എന്ത് 5 എങ്ങനെ ഞാൻ ഇവിടെ കുടിക്കുമ്പോ ഇതിലൂടെ നോക്കുക. അപ്പൊ കുടിക്കണ എന്താ കാണൂലേ? എക്സ്ക്യൂസ് മീ. എന്ത് അല്ല, നിങ്ങളെ നോക്കാൻ നിങ്ങളെ രണ്ടാക്കും ഭയങ്കര കള്ളലക്ഷണം. അതിന്റെ മുഖം അങ്ങനെ കുടിച്ചില്ല? കുടിച്ചില്ലേ? എല്ലാത്തിനും പേടിപ്പിച്ച് നിർത്തുന്നു. എന്താടാ ഈ കുടിക്കുന്ന ഒരു സൗണ്ട് പോലും ഞാൻ കേട്ടില്ല കേട്ടോ. ഇത് കേട്ടോ? എന്തേ എന്തേ ഈ പൊടി പെരുങ്കള്ളി ഇറങ്ങില്ലല്ലോ. ഇറങ്ങില്ലേ? ഇറങ്ങി. എന്ത്
ഉണ്ടല്ലോ. എന്താ ജി മനസ്സിലാവുന്നില്ല അല്ലേ? എനിക്കിതില് രണ്ടുപേരെയാണ് സംശയം. ഒരുപാട് പേര് സംശയമുണ്ട്. ഞാൻ വെച്ചത് 5 ആൾക്കാർ എന്താ ശ്രീന്റെ സൗണ്ട് ഒക്കെ ഇടറതായിരുന്നു. ശ്രീനെ സൗണ്ട് ഇടറൊന്നും വിചാരിക്കണ്ട. ഇതിൽ മിണ്ടാതിരിക്കുന്നത് ആരാറേക്ക് എന്തേ അപ്പോഴല്ല ഉറക്കല്ലേ കേട്ടോ. വോട്ടിങ് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇതില് രണ്ടുപേരാണ് സംശയം. അതിൽ ഞാൻ ഒന്നിൽ ഉറക്കാൻ വേണ്ടി പോവാണ് അങ്ങോട്ടേക്ക്. എനിക്ക് എല്ലാരും സംശയം, ഞാൻ ഒഴികെ. മനസ്സിലാവുന്നില്ല. ഓക്കെ, വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തന്നെയാ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി എന്താ സാധനം. ഓ, വത്തക്ക വെള്ളം അല്ലേ? എന്താ അവിടെ നിന്ന് കിട്ടിയേ? സോസ്. സോസിന്റെ ജ്യൂസ്. സോസിന്റെ ജ്യൂസോ? എത്ര വയറ്റിലെത്തി നിൽക്കും പഠിച്ചവനെ അറിയുള്ളൂ. ഞാൻ കുടിച്ചിരിക്കുന്നേ. ഞാൻ കുടിക്കുന്ന സമയത്ത് ഇതിലൂടെ പോയി ഞാൻ ഇതായില്ലേ, ടെൻഷനായി പോയി. ഇല്ലേ, വാട്ടർമെലൺ ജ്യൂസും കെച്ചപ്പിന്റെ സോസും കൂടെ വെള്ളത്തിലൊക്കെ അടിച്ചെടുത്തതാണ് കഴിച്ചത്. പ്രത്യേക ടേസ്റ്റ്. അല്ല, ഞാൻ കേട്ടില്ല എത്ര ഓട്ടം സല്യൂട്ട് കിട്ടിയത്. എല്ലാം എനിക്ക് ഒറ്റ ആള് മാത്രം. ആ, ബാക്കി 4 അതിന്റെ പോകട്ടെ. എങ്ങനെ മനസ്സിലായി? എന്തോ രോഗലക്ഷണം ഉണ്ടായിരുന്നടാ. തുടക്കത്തിലെ മനസ്സിലായി. എനിക്ക് പിന്നെ ഇവനാണോ ഇവളാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇങ്ങോട്ട്. ഇത് കഴിഞ്ഞ ഇമ്പോസ്റ്റർക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒരു പണിഷ്മെന്റ് കൂടെ വെക്കേനല്ലേ? ഇത് കുടിക്കുന്നതിനാണ് ഏറ്റവും വലിയ പണിഷ്മെന്റ്. എന്നാ മുഴുവൻ കുടിച്ചോ? ആ, വേണ്ട. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങനെ മുഴുവൻ തിന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോസ് മുഴുവനാ. അല്ല, കല്യാണം കൂടാൻ പറ്റില്ല. അത് വെച്ച സാധനം. ഓക്കേ, അടുത്ത റൗണ്ട് പോയാലോ? ഓക്കെ, കണ്ടോ? അപ്പൊ കണ്ണട ചാമി കണ്ണട ചാമി. ഓക്കെ, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഗൈസ്. കഷ്ടപ്പെട്ട്. ഓക്കെ, ചൂസ് ചെയ്തോ? ഞാൻ ഇപ്പൊ കണ്ണടച്ച്. ഓ, ഇത് കഴിക്കാൻ റിസ്കാ. എന്താണ് ഇത് തുറന്നു വെച്ച് തിന്നോ? എല്ലാരും എപ്പോഴും എന്നെ നോക്കണമെന്നില്ല. ആ, ഞാൻ തോന്നുന്നുണ്ട്. അമലേട്ടൻ എന്താ വിറക്കുന്നു? മനസ്സിലാവും, അറിയാൻ വേണ്ടി ചോദിക്കാം. ആ, മനസ്സിലാവും. മൊത്തം കള്ളന്മാരെ പടച്ചോനെ, ഇത് മനസ്സിലാവില്ലല്ലോ. ഈ സൈഡ് മിസ്സാവും. എന്താണ് എന്തേ? എന്തേ? സോറി. അമലേട്ടാ, നോക്കട്ടെ. തിന്നില്ല. ആകെ 2 നോക്കിയുള്ളൂ. അതെ കണ്ടുള്ളൂ. നേരത്തെ എന്തോ പറഞ്ഞിരുന്നു, എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ തിന്നുന്നു. എനിക്കാളെ മനസ്സിലായി. ഈ എന്നാണെങ്കിലോ നോക്കട്ടെ. ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കേ, നോക്കട്ടെ. നമുക്ക് വോട്ട് ചെയ്യാം. ആരും കണ്ടില്ല. ആ, ഓക്കേ. സാധനം കയ്യിൽ നിന്ന് പോയി, പക്ഷെ കുഴപ്പമില്ല. ആരും കണ്ടിട്ടില്ല. ആ, 3, 2, 1, go. ശ്രീ, ഷാമി. ജുനു. ഞാനാ അല്ല, ജുനുവിനാരെ വോട്ട് ചെയ്തേ? ഏറ്റവും കൂടുതൽ വോട്ടാർക്കാ?
എല്ലാവർക്കും പോപ്കോൺ ആയിരുന്നില്ലേ? കുറച്ച് വെള്ളം തരുമോ? അല്ല എന്താ സംഭവം എന്താ? ഉപ്പിട്ട പോപ്കോൺ ഞാൻ എങ്ങനെ തിന്നിരിക്കും അത്ര അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെള്ളം തരാം, വെള്ളം തിന്നരാ. ഇത് കണ്ടോ? ഞാനൊരു ലോഡ് ഉപ്പയിലിട്ടിക്കണ്. ഒരു മിനിറ്റ്, ജുനുവിന് എത്ര വോട്ട്? 2 വോട്ട്. എനിക്ക് എത്ര വോട്ട്? എനിക്കില്ല. 5ക്ക് എത്ര വോട്ട്? ശ്യാമി ആർക്കാ വോട്ട്? ഞാൻ ശ്രീക്ക്. അപ്പൊ ശ്രീക്കാ കൂടുതൽ, അപ്പൊ ജുനു വെച്ച്. എടാ ജുൻകാക്ക് കുറവ് കേട്ടോ. മാത്രമാണ് ബുദ്ധി പ്രയോഗിച്ചത്. അതെ 3 വോട്ട് ജുനുവിന്. അതല്ലേ popcorn അല്ലാതെ നല്ല ഉണ്ടല്ലോ. ആ എനിക്ക് ഡൗട്ടായി. അതാ ഞാൻ ചോദിച്ചത്, ഇതല്ലാതെ മനസ്സിലാവും. ഞാനപ്പോ ഞാനത് തിന്നതന്നെ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇവരെന്ത് വെറുതെ ഇരുന്ന് അല്ല ഇന്ന് എന്ത് കണ്ടിട്ടാ വോട്ട് ചെയ്തത്? അല്ല ശ്രീ തിന്നുന്നില്ല മര്യാദക്ക്. ഞാൻ നോക്കിയിരിക്കും. അല്ലെങ്കിൽ ആരും കിട്ടാതെ അവനക്ക് വോട്ട് ചെയ്യുന്നത് നല്ലതാ, എന്റെ മനസ്സിലാവൂല. ഇതിന്റെ തുടക്കത്തിലുള്ള ഡൗട്ട് എല്ലാവർക്കും പോപ്കോൺ ആണോ? പിന്നെ ഇവളിങ്ങനെ തിന്നില്ല സൗണ്ട്. അതല്ല ഫസ്റ്റ് ഞാൻ പോപ്കോൺ എന്നപ്പോ എനിക്ക് ഡൗട്ടായി, ഞാൻ തന്നെയാണ് ഇമ്പോസ്റ്റർ. കാരണം അതിന് നല്ല ഉപ്പുണ്ടേന്. പിന്നെ ഞാനിങ്ങനെ ഉപ്പ് അത്രയും ലോഡ് ഇട്ടിരിക്കുന്നത്, അപ്പൊ ഗ്ലാസിന്റെ ഉള്ളിൽ കാണാൻ പറ്റും ഉപ്പ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ഉപ്പില്ല, അപ്പൊ മനസ്സിലായോ ഞാനല്ല ഇമ്പോസ്റ്റർ എന്നുള്ളത്. ഞാൻ ഉപ്പ് കണ്ടത് കുറച്ച് ടൈം കഴിഞ്ഞ ശേഷം വളരെ നോർമൽ ആണെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഇമ്പോസ്റ്റർ ആയപ്പോ മാത്രമേ കണ്ടുപിടിച്ചല്ലേ. അതെ ഞാൻ ചെയ്ത വോട്ടൊന്നും വർക്കായതുമില്ല. ഇല്ല. ഇമ്പള് ചെയ്ത 10 വോട്ടായി. അപ്പൊ അടുത്ത റൗണ്ട് പോവാം. ആ അടുത്ത റൗണ്ട് പോവാ. അങ്ങനെ ഈ റൗണ്ടിൽ ജുൻക വിന്നർ ആയിരിക്കാണ് ഗൈസ്. നല്ല ഗെയിം പ്ലേ ആയിരുന്നു, വെരി ബ്രില്യന്റ്. പറയാത്തോണ്ട് നമുക്ക് അങ്ങനെ പലതും തോന്നും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ടോളൂ. പിന്നെയും ക്ലാസ്സുകൾ പിന്നെയും സെയിം കപ്പ്. അടിച്ചോ. ആ മെല്ലെ 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 റിലാക്സ് ചെയ്തോളൂ. ആ ഓക്കേ കണ്ടോ ജാമ്യ. ഓക്കെ ചൂസ് ചെയ്യാം. അപ്പോഴേക്കും എല്ലാരും നോട്ടം എത്തിയില്ല, കുറച്ച് തീരുമ്പോഴേക്ക്. ഇതാരും കുടിക്കാത്തത്? നീ ഇത് വിളിക്കുന്നത് ഞാൻ കുടിച്ചല്ലോ. എന്താ ജുനുവിന്റെ സൗണ്ടിന് കേട്ടോ? ഇത് കബിനേന്ന് ഭയങ്കരമാണ്. മനസ്സിലായില്ലേ? മുഖത്തിന് എന്തോ ഒരു ചവർപ്പ് പോലെ, ഒരു വാർത്ത അതൊരു വാട്ടോ. മുഖം ഇങ്ങനെ ആയിപ്പോയി, എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി. എനിക്കെന്തോ ഒരു പതർച്ച. സൗണ്ട് ഒക്കെ ഒരു മാറിയല്ലേ? ആ എല്ലാത്തിനും ഇന്നെ നോക്കി നിക്ക്. അപ്പുറത്തൊന്നും ഉണ്ട്, ഇനി വിട്ടോണ്ട. എന്താണ്? അല്ല അവിടെ ഈ എങ്ങനെ മിണ്ടാണ്ടിരുന്നവിടെ? ഞാനിങ്ങനെ എല്ലാരും നിരീക്ഷിക്കല്ലേ. ഞാൻ കുടിക്കോ? ഒന്നുമില്ല. കുടിക്കുന്നേ ഇല്ല കുടിക്കണ്ട് കേട്ടോ. എന്നാ കുടിക്കാ. നേരായി ആ കുടിക്കാ. ഓ കുടിക്കാ. സൗണ്ട് അമലേട്ടില്ലേ എവിടെ നോക്കിക്കുന്നുണ്ടേ? ഞാൻ ഇവിടുന്ന് ഇറക്കണ്ടോ നോക്കിക്ക. എന്താ ആണല്ലേ? എടാ അഭിനയം കുറച്ച് കൂടുതലാണ്. ഞാൻ അത്ര സാധനം ഒന്നും ഒഴിച്ചില്ലല്ലോ. ഈ കൊറേ മടമട കുടിക്കണ്ടല്ലോ. എന്റെ മുഖം നോക്കട്ടെ. എന്റെ സാധനം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്റെ സാധനം കുടിച്ചിട്ടുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്. അതെ, ഇവനൊന്ന് ശ്രദ്ധിക്കണം. അഭിനയ കുലപതി. ഒന്നും മിണ്ടില്ലല്ലോ. 5 കാര്യം ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കട്ടെ, എനിക്ക് മര്യാദയ്ക്ക് മനസ്സിലാവില്ല. ഇത്രമാത്രം ആത്മാർത്ഥത കാണിക്കണം ഈ എന്നയിക്കുന്നത്. എന്തായാലും ഇരിക്കും. എനിക്ക് കാണില്ല. ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെ ജുൻകാരെ തലോണ്ട് എനിക്ക് ആരെയും നോക്കാൻ പറ്റില്ല. ഓക്കെ നോക്കിക്കോ. ഇതിപ്പോ ആരൊക്കെ വോട്ട് ചെയ്യും? ശ്രീ കുടിക്കുന്നേ ഇല്ലേ? ഞാൻ
കുടിച്ചു കാണിച്ചാ. ആദ്യം നിങ്ങളൊന്ന് കുടിക്കുന്നത് ഞാൻ കാണട്ടെ. 4 പ്രാവശ്യം കുടിക്കാണ് അത് തീരാത്തത്. ഇങ്ങനെയൊക്കെ മുഖം ജുൻകാനെ കുടിച്ചിട്ടും തീരാത്ത തീരുന്നില്ല. 1.5 ലിറ്റർ എങ്ങാനും കിട്ടിയിട്ടുണ്ട്. ഞാൻ കുടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലല്ലോ വിഷയം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആർക്ക് 6 പേരുള്ളപ്പോ ഉള്ള വിഷയമാണത്. ഞാൻ 2 റൗണ്ടിൽ 5 വോട്ട് ചെയ്തില്ല അല്ലേ? എന്നിട്ട് ഞാൻ പൊട്ടി. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. 3, 2, 1 go. ഞാൻ മാത്രം ഒരാൾക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ ശ്രീ. ഞാൻ ശ്രീ. ജൂനിയർക്കാ എങ്ങനെ ഇത്രയൊക്കെ വളരെ വലുതായി പോയി. മനസ്സിലായി, ഒരു ടാക്ടിക്സ് മനസ്സിലായി പോയി. ഗൈസ്, ജുനു ആണ് ഇമ്പോസ്റ്റർ. വേറെ മഞ്ഞപ്പൊടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു തൽക്കാലത്തേക്ക്. നല്ലതല്ല ഇല്ല ഫ്രൂട്ടി. അടിപൊളി, ബ്രില്യന്റ്. പക്ഷെ ജുൻക കുടിച്ചേമില്ല, കുടിച്ചുകൊണ്ടൊക്കെ സമയം ജുൻക അങ്ങനത്തെ ഒന്നും കുടിക്കൂലല്ലോ. എന്റെ വോട്ട് മൊത്തം വേസ്റ്റ് ആയി. ഇന്നേ വരെ ഒരു ഇമ്പോസ്റ്റർക്ക് ഞാൻ വോട്ട് ചെയ്തില്ല. പക്ഷെ ശ്രീക്കാണെങ്കിൽ ഫുള്ള് കള്ള ലക്ഷണം കഴിച്ചു. അപ്പൊ ശ്രീനെ കാണുമ്പോ ശ്രീയാണ് ഇമ്പോസ്റ്റർ എന്ന് തോന്നിപ്പോണിക്ക്. എനിക്കും തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും കറക്കി കുത്തുന്ന അമ്മലിൽ കുത്താന്ന് വിചാരിച്ചു. പാളിപ്പോയി ഗൈസ്, ഈ റൗണ്ട് പാളിപ്പോയി. അങ്ങനെ 4 റൗണ്ടിൽ 3 റൗണ്ട് ഇമ്പോസ്റ്റർ ജയിച്ചിരിക്കുന്നു. അതെ, ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മള് അടുത്ത റൗണ്ടിലേക്ക് കടക്കാണ്. ഓക്കെ, കണ്ണർന്നോളൂ. കപ്പുകളൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾക്ക് വ്യത്യാസം. അതെ, മെല്ലെ 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 കൈകാര്യം ചെയ്യണം. തുളുമ്പി കഴിഞ്ഞ അതിന്റെ ഇത് പോയി, തുളുമ്പിക്കരുതേ. നമുക്ക് ഇങ്ങനെ വെച്ചാലോ, വരിക്ക് വെക്കാതെ. ഓക്കെ, എടുത്തോ. എനിക്കൊന്ന് തരുമോ? ക്വാണ്ടിറ്റി നോക്കിട്ടൊക്കെ എടുക്കുന്നത്. അതൊക്കെ ഉണ്ടാവും. ചാമി കുടിക്കുന്നതിന് മുന്നേ തന്നെ നോക്കുകയാണല്ലോ. ശ്രീനെ നോക്കാത്തന്നല്ലേ? ശ്രീക്ക് ഫുള്ള് കളറക്ഷണോ നടക്കൂല. കാക്കന്തേ എവിടെ കുടിച്ച് തീർന്നില്ല, തിന്നാണോ? അത് ഈ മോത്തട്ടി പോയത്. ഓ ശരി, എന്നോട് എത്ര നേരം എടുത്ത് തുടങ്ങി. അല്ല, ഞാൻ ഷാമിനെ നോക്കി, പിന്നെ എങ്ങനെ ആക്കിയിട്ട് ഞാൻ അങ്ങനത്തെ മോത്തട്ടി പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ലാഗായതാ. എന്താണ് എനിക്കും പറ്റില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് കൊടുത്താലും അവള് കുടിക്കും. പറക്കില്ലേ? ഡിസിഷൻ തുടങ്ങി. നിങ്ങളുടെ ഡിസിഷൻ തെറ്റിപ്പോയാൽ അഥവാ ഇമ്പോസ്റ്റർ ആണെങ്കിൽ ഈ എക്സ്ട്രാ അഭിനയിച്ചിട്ട് കാര്യമില്ല. ഞാൻ എക്സ്ട്രാ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നോക്കി. നിങ്ങളെ ശ്രദ്ധ മാറുന്നുണ്ട്. 5 ശ്രദ്ധ മാറ്റുന്നു ഉണ്ട്. ഞാൻ എന്റെ അടുത്ത് പറയാണ്, അഥവാ അങ്ങനെ ചെയ്യാമെങ്കിൽ നടക്കൂലെന്ന് പറഞ്ഞു. എന്തിനാ എന്നെ പറ്റി എപ്പോഴും ഇങ്ങനെ പറയുന്നത്? എന്താ തല പറ്റുമോ? ഇവന്റെ ആരെല്ലാരും അങ്ങോട്ട് നോക്കും. അല്ല, ഞാൻ എപ്പോഴും കുടിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോ എല്ലാരും എന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? മനുഷ്യന് പ്രൈവസി വേണ്ടേ? പ്രൈവസി. ഇതിപ്പോ എന്താ കുടിക്കാത്തല്ലോ? വെച്ചിട്ടാണല്ലോ പ്രൈവസി. കുടിക്കണ കുടിക്കാൻ അത്രേ ഉള്ളൂ. അതൊക്കെ അത്രയും കുടിക്കാൻ പറ്റൂ. ഒന്ന് കാണണല്ലോ. ഇത് കോർണറിങ് ആണ് ഗൈസ്. ഒന്ന് ഞാനൊന്നും അങ്ങോട്ട് കാണില്ല. നോക്കിക്കോ. ശ്രീ ഭയങ്കര ഹൈപ്പറാണല്ലോ. ശ്രീ ഭയങ്കര ഹൈപ്പറാണ്. വെറുതെ കോൺസെൻട്രേഷൻ മാറ്റാൻ നോക്കണ്ട. കുടിച്ചില്ലേ?
ഇങ്ങനെ നേരത്തെ പറഞ്ഞ എന്ത് കിട്ടിയാലും ഞാൻ കുടിക്കുന്നു. സംശയിച്ചോ? ഷാമി ഗ്ലാസ് കയ്യിലോട്ട് ഏയ് ഞാൻ കാണുന്നുണ്ട്, കുഴപ്പമില്ല. ഓ അങ്ങനെ ചിരിച്ചു വെക്കരുത്, നേരെ നേരെ വെക്ക്. എന്തേ ഗ്ലാസൊക്കെ തിന്നു ഈ എന്താ ജി? ഒറിജിനൽ എക്സ്പ്രഷൻ. കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ എല്ലാവരും നോക്കും. അമലേട്ട കുടിക്കില്ലല്ലോ. അമലേട്ട കുടിക്കുന്നതാണെന്നില്ല. ജിൻകായോ? ഓക്കെ വോട്ട് ചെയ്യാം നമുക്ക്. ഞാൻ കുടിച്ച് ആ വോട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ റെഡി 3 2 1 ഗോ. ആരാ? കാക്ക. എനിക്ക് എത്ര വോട്ട്? അനക്ക് ഇവക്കോ? ശ്രീക്കോ? ശ്രീക്ക് ജിൻകാർക്കാ? ശ്രീക്ക് 3 വോട്ടില്ലേ? ആരൊക്കെ വോട്ട്? ശ്രീ. ഞാൻ കാക്ക്. ജുൻക ശ്രീക്ക്. അമലേട്ട ആർക്കാ? ശ്രീ. അഞ്ചിയോ? എനിക്ക് 3 വോട്ട്. ഞാൻ തന്നെ. ഞാനില്ലേ കളിക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ. മുഖം മാത്രാണോ? ഒരു തവണ ഇവിടെ വെക്കുന്ന സമയത്ത് ഞാൻ കണ്ടു എന്നുള്ള ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടു എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പ്രഷൻ ഇട്ട് നോക്കി. അപ്പത്തേക്കിനും ഞാൻ പറയട്ടെ, അല്ല എന്താ സാധനം ഇത് ചായയില് ചായപ്പൊടി ഇട്ടിട്ട് കട്ടിയാക്കിയതാ. ഈ ജീവിതത്തിൽ ഞാൻ കുടിച്ചതിൽ ഏറ്റവും കയ്പുള്ള സാധനം അത്. ഫസ്റ്റ് കുടിച്ചിട്ട് ഞാൻ പഠിച്ചോ ഞാൻ നിർത്തി പോയെന്ന് വിചാരിച്ചു. അതില്ലേ എനിക്ക് ആ ഫസ്റ്റിലെ കുടിക്കണം എല്ലാരും കുടിക്കണം. കുറച്ച് ലാഗായപ്പോഴേക്ക് മനസ്സിലായി അതാണ് ഇത്. പിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താ ചായപ്പൊടി കൂടി ഒരു 6-7 സ്പൂൺ ചായപ്പൊടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. ഞാൻ കാണിച്ചത് ഇത് ഞാൻ മാത്രല്ല ആരാണെങ്കിലും തോൽക്കുന്നത്. ഇത് മൊത്തം ചായപ്പൊടി ഇട്ടതാക്കിയതാ. ഫസ്റ്റ് കുടിച്ചിട്ട് എക്സ്പ്രഷൻ ഞങ്ങൾ ക്യാമറ കണ്ടല്ലോ. അപ്പൊ കാണുന്നില്ല. ഇത് തോറ്റാലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. അത്രയും ഭീകരായിരുന്നു അത്. എന്നിട്ട് നിങ്ങൾ എന്നെ കൂടെ കുടിപ്പിച്ചില്ലേ? കുടിക്കുന്ന പറഞ്ഞപ്പോ എത്ര കുടിച്ചത്? തോൽവിയായി ഗൈസ്. സാരമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇനി റൗണ്ട് ഉണ്ടോ? ആ ഒറ്റ കൂടെ റൗണ്ട് കൂടെ നോക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ടിൽ കാണാം. ഇമ്പോസ്റ്റർ ഇപ്രാവശ്യം തകർന്ന് തരിപ്പണമായിരിക്കാണ്. ഓക്കെ എന്തുകൊണ്ട് എല്ലാവരും എന്നെ സംശയിക്കുന്ന മനസ്സിലാവുന്നു. ഞങ്ങള് കുടിക്കുന്നത് നല്ല ചായ കേട്ടോ. പക്ഷെ എനിക്ക് ചാലഞ്ചിൽ പ്രൈവസി കിട്ടുന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ കുടിച്ചു നോക്കുമ്പോ എല്ലാരും മുഖത്ത് നോക്കുക. മനുഷ്യർ തിന്നാനും കുടിക്കാനും പ്രൈവസി ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. എല്ലാരും കണ്ടറിഞ്ഞോളൂ. ഞാൻ കണ്ണടക്കിയാണ്. എല്ലാം ഗ്ലാസ് തന്നെ. ഞാൻ 2 പ്രാവശ്യം ഞാൻ ഇതുവരെ ഇമ്പോസ്റ്റർ ആയില്ല. ബാക്കിയുള്ള ഞങ്ങൾ 3 പേരാണ് ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട്. എനിക്ക് പേടിയാവും അങ്ങനെ തുറക്കുന്ന സമയത്ത്. പഠിച്ചവരെ ഞാൻ തന്ന പണി എനിക്ക് എന്താണ് വരാൻ പോകുന്നത്. ഇതില് ഞാൻ ഇമ്പോസ്റ്റർ ആയ കഴിഞ്ഞ കാര്യം. അത്രയും സീനാണ് സാധനം. ഇരിക്കട്ടെ. പേടിക്കണ്ട, എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ജയിക്കും. തുറക്കട്ടെ. ഇനി കണ്ടോ എന്താ ഇനി പിന്നെ സംശയം എന്താ കൂടെ ഇറങ്ങാത്തത്? അറിഞ്ഞല്ലോ. ഇതേ മൂക്കുന്ന കൊലിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടോണ്ടിരിക്കുകയാണ്. എന്താണ് 5
വെറുതെ സംശയിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയില്ല. ഷാമി അത് പേപ്പർ പുറത്തേക്ക് എടുക്കുന്നിടല്ലേ കുടിക്കുക. ഇങ്ങനെയാണേ അത് അല്ല എന്നാ തുപ്പി കാണിക്കി. തുപ്പാൻ പറ്റൂല. അതിനെ സാധനം മനസ്സിലാവും. ആ നമുക്ക് വോട്ട് ചെയ്താലോ? അല്ല, ഇല്ല, 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 ഇല്ല. ഇല്ല, ഇല്ല, ഇല്ല. കുടുക്കി. അതെ, എനിക്ക് നല്ല സംശയമുണ്ട്. എന്നെ ചിരിപ്പിക്കുക വെറുതെ. എനിക്ക് 2 ഡൗട്ട് ഉണ്ട്. പക്ഷെ അതില് ഒന്ന് 70%, ഒന്ന് 20% ഉണ്ട്. മോനെ ഈയാണോ? അത് ഞാൻ ഇപ്പൊ ആലോചിച്ചില്ല. അത് കൺഫ്യൂഷൻ. നേരെ കുറച്ച് സമയം വേണം. ശ്രീന്ന് കുടിക്കി. അമലേട്ട ശ്രീന്ന് കുടിക്കട്ടെ. കുടിക്കല്ലേ ശ്രീന്ന് കുടിക്കട്ടെ. ജുൻകൊന്ന് കുടിക്കി. ഐശ്വര്യ തൊട്ടടുത്ത് ഇരുന്നിട്ടേ പറയാൻ പറ്റില്ല. ഷാമി കുടിക്കി. എല്ലാരും കുടിപ്പിച്ചിട്ട് കുടിച്ചോക്കട്ടെ. റെഡി 3, 2, 1 ഗോ. കാക്ക ശ്രീക്ക് എത്ര വോട്ട്? 1 ഞാൻ 5 വയ്ക്കാ. ഞാൻ തന്നെ. എത്രയോ ചെറുനാരങ്ങ. ഞാനൊരു ലോഡ് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ജയിക്കാനുള്ള കൊതി. ഞാൻ എത്ര കുടിച്ച്? അല്ല, ആദ്യം മനസ്സിലായില്ലോ. ആദ്യം ഞാൻ വിചാരിച്ച ശ്രീ ആണോന്ന്. കാരണം ശ്രീക്ക് ഒരു എന്തോ ഒരു എക്സ്പ്രഷന്റെ ഒരു പ്രശ്നം തോന്നി. ബാക്കി ആരെങ്കിലും doubt? ഇയാണ് പ്രശ്നം. അതൊന്ന് മാറ്റി കുത്തിക്കൂടെ? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനും സത്യം പറയട്ടെ, ഇവിടുന്ന് ചെറുനാരങ്ങന്റെ മണം ഇങ്ങനെ പോയി. അത് ഇവിടുന്നാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കൊറേ ശ്രീന്റെ തലയിലിട്ട് കൊടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഷാമിന്റെ തലയിലിട്ട് കൊടുക്കാൻ നോക്കി, ഓൾമോസ്റ്റ് നടന്ന്. പക്ഷെ അവസാനത്തോട്ട് പിന്നെ പോയി. അല്ല, 4 വോട്ട് അടക്കം കിട്ടിയോ? കാക്ക ഒരു പ്രാവശ്യം കുടിച്ച സമയത്ത് ആ കണ്ണുകളൊക്കെ ഇങ്ങനെ അറിയാതെ തന്നെ തള്ളി വരുന്നതായിട്ട് ഞാൻ കണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പച്ചവെള്ളവും നല്ല സുഖത്തിൽ കുടിക്കാൻ. ഇതിന്റെ കളർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്? ഇതുണ്ടോ? ഞാൻ ഇമ്പോസ്റ്റർ ചാലഞ്ച് ചെയ്യുമ്പോ പകുതി ഞാൻ ഇമ്പോസ്റ്റർ ആയിരിക്കും, എന്നിട്ട് ഞാൻ മുഴുവൻ തോൽക്കും. ഈ ചാലഞ്ചിൽ ഞാനില്ല. ഇമ്പോസ്റ്ററാണ് തോൽക്കുക ചെയ്യും. ഈ പ്രാവശ്യം ഇമ്പോസ്റ്റർ ഷാമാണ്. നമുക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. കിട്ടില്ല. ഇമ്പോസ്റ്റർ ആവാൻ പറ്റില്ല. ഒന്നെങ്കിൽ പക്ഷെ അഭിനയിക്കാൻ അവസരം കിട്ടുന്നില്ല. കിട്ടില്ല. സത്യവശമായി പോയി. പക്ഷെ അവർ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല അങ്ങോട്ട്. ജുനു ആണ് ഗൈസ് ലീഡ് ചെയ്യുന്നത്. സ്വാഭാവികം, മനുഷ്യരായ പൊട്ടും. എപ്പോഴും ജയിക്കാൻ പറ്റുമോ? കിട്ടിയത് മൊത്തം അമ്മാതിരിപ്പാടി. കുറച്ച് വെള്ളം കുടിച്ചല്ലേ ഉള്ളു വന്ന കത്തിപ്പോ. അത്രയും നാരങ്ങ പിഴിഞ്ഞിരിക്കുന്നു ഞാന്. അതിന്റെ മുന്നേ കുടിച്ചതോ? സോസ് കട്ടൻ ചായന്റെ ഏറ്റവും സ്ട്രോങ് സാധനം. ഇതൊക്കെ കുടിച്ചിട്ട് ജയിക്കുകയാണെ കുഴപ്പമില്ല. അതെ, എല്ലാ വീര്യമുള്ള സാധനങ്ങളാണ് സല്ലിന് കിട്ടിയത് ഇപ്രാവശ്യം. ഇമ്പോസ്റ്റർ ആയിട്ടും ഇതുവരെയും ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല ഗൈസ്, ഞാൻ ശക്തമായി തിരിച്ചു വരും. അതിന് വേണ്ടി നമുക്ക് ഒരു ചാലഞ്ച് കൂടെ നടത്താം കേട്ടോ. ഓക്കെ. അപ്പൊ ഇതില് വിന്നർ ആയിരിക്കുന്നത്, ഇമ്പോസ്റ്റർ ആയിട്ട് വിന്നർ ആയിരിക്കുന്നത് ജുൻകാണ്. ഏറ്റവും കൂടുതൽ ആരെ വിന്നർ ആയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഗൈസ്. അത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. എങ്ങനെ ഗസ്സിലല്ലേ? ഞാനാ സാധ്യതയില്ല. ഞാൻ ഒരാളെ വരെ ഗസ് അല്ല, ചെയ്യില്ല. അത് പോട്ടെ. എന്നെ കൂട്ടുന്നതല്ലേ ഈ മൊത്തത്തിൽ തോൽവി. ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, അപ്പൊ ഗൈസ്, ഇന്നത്തെ ചാലഞ്ച് ഇത്രയുള്ളൂ. നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ